ഹലോ മൈ ഡർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് ഇ കെ. അപ്പോൾ അതേ നമ്മൾ വന്ന് നമ്മൾ ഈ മലയുടെ ടോപ്പിലേക്ക് എത്തി കേട്ടോ. ഇതിൻ്റെ മേളിലുള്ള കാഴ്ച കാണണം, അത് ഭയങ്കര രസമാണ്. നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ ഡ്രോൺ ഷോട്ടും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു സെറ്റപ്പ് അത് ഞാൻ പറഞ്ഞ് കുളമാക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വണ്ടി വന്നിരുന്നു, ബാക്കി എല്ലാ വണ്ടിയും പുറകെയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിതിൻ്റെ ഡ്രോൺ ഷോട്ടും കുറച്ച് കാര്യങ്ങളിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കിയിട്ട് കേട്ടോ. ആ സ്ഥലം വേറെ ലെവൽ സ്ഥലമായിട്ട് എന്തായാലും. ഇവിടെ വരെ എത്തിയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കണ്ടിട്ട് തൊട്ട് മുമ്പിട്ടത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൂടെ കൊടുത്തേക്കാട്ടോ. എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് വാ. ഒരു നമ്മളപ്പോൾ അതേ താഴത്തേക്ക് ഇറങ്ങും കേട്ടോ. കാരണം ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ രാത്രിയായ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്നവരാണ് ഇവർ കൂടുതൽ. അവർക്ക് തിരിച്ചു പോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി നേരം നിന്ന് ചുമ്മാ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അത്യാവശ്യം കയറി വന്നു, എല്ലാവരും നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്തു. പിന്നെ നമുക്കെല്ലാം ഒരു മിസ്സിങ് ആയതെന്ന് വെച്ചാൽ ഫുഡൊന്നും വാങ്ങിച്ചുകൊണ്ട് വന്നില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയായിരുന്നു. പിന്നെ ഒരു കണക്കിന് നന്നായി, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കവറെങ്കിലും അറിയാണ്ടാണെങ്കിൽ പോലും ആ സ്ഥലത്ത് കിടന്നു കഴിഞ്ഞാൽ അത് നാളേക്ക് വരുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു കണക്കിന് അത് നന്നായി. കാരണം ഇപ്പോൾ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് നിരോധിച്ച അവസ്ഥയിലാണ്. പക്ഷേ എന്തായാലും നമ്മളെ കടയിൽ ചെന്നിട്ട് ഒരു പാക്കറ്റ് ചിപ്സോ മിക്സറോ എന്തെങ്കിലുമൊക്കെ മേടിച്ചെങ്കിൽ എല്ലാം കിട്ടുന്ന പ്ലാസ്റ്റിക് തന്നെയാണ്. അത് ഇട്ടുകൊണ്ട് പോകാൻ ഒരു പ്ലാസ്റ്റിക് ബാഗ് കൊണ്ടുവന്നാലൊന്നും പ്രശ്നമുള്ളൂ കേട്ടോ. അതിനായാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി എന്തായാലും അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരും. ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ വണ്ടിയാണ് ഇറങ്ങുന്നത്. ആ ഇറങ്ങി വന്നിട്ട് പണ്ട് വരുമ്പോൾ ഇവിടെ നന്നായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പം പകലത്തെ മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയില്ലല്ലോ. കർക്കിടകമൊക്കെ വന്ന് പോയത് തീരെ മഴയില്ലാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇറങ്ങി വരുമ്പോൾ നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന പരിപാടി അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ 4 വീൽ ലോയിലിട്ടിട്ട് ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് പതുക്കെ ഇറങ്ങിക്കൊള്ളുക. എന്നിട്ട് പതുക്കെ ബ്രേക്കിലൊന്ന് പയ്യെ ഒന്ന് ടച്ച് ചെയ്താൽ മറ്റേ സഡനായിട്ട് അങ്ങ് ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. പതുക്കെ തൊട്ടില്ല എന്നുള്ള രീതിയിൽ പതുക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി വളരെ കൂളായിട്ട് വണ്ടി നല്ല സ്ലോ ചെയ്ത് വണ്ടി ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു രീതിയിലും കൂടെ ഇറങ്ങി വരുമ്പം എവിടെ പോയാലും ഇപ്പം നമ്മുടെ കൂടെ വന്നത് മാത്രമല്ല, നിങ്ങളല്ലാണ്ട് തന്നെ പോയാലും ചെളിയിലൊക്കെ ആണെങ്കിലും ചെളിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ തീർന്നു കൂട്ടിയാച്ചായി. പതുക്കെ തൊട്ട് കൊടുത്തച്ചായിട്ടോ വണ്ടി വളരെ കൂളായിട്ട് ഇറങ്ങിപ്പോകും. ഇതിപ്പോൾ നമ്മൾ മെയിനായിട്ട് നമുക്ക് ടാസ്ക് കിട്ടിയിരുന്നൊരു സ്ഥലം കേട്ടോ. അവിടെ നിന്ന് എല്ലാം താഴത്തേക്ക് ഇറങ്ങണം. പക്ഷെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരും ഭയങ്കര ഈസിയായി വഴി. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇത്.
അത് നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും കേട്ടോ. ഹൗസിംഗ് കുത്തി ഇറങ്ങണ സിമ്പിളായിട്ട് ഇറങ്ങി വരും. ബാക്കിയെടുക്ക, ലേശം ബാക്കിയെടുക്ക്. ലെഫ്റ്റ് അടിച്ച് ബാക്കിയെടുക്ക്, ലെഫ്റ്റ് അടിച്ച് ബാക്കിയെടുക്ക്. പോട്ടെ പോട്ടെ പോട്ടെ. ഇനി പതുക്കെ റൈറ്റ് പിടിച്ചോ. പേടിക്കൊന്നും വേണ്ട, ചെരിഞ്ഞു പോകുന്നില്ല. പോട്ടെ 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 അങ്ങനെ പോട്ടെ, അങ്ങനെ പൊക്കോട്ടെ പൊക്കോട്ടെ പൊക്കോളും. പോട്ടെ 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 പൊക്കോളും. പോട്ടെ ചെഴുങ്ങോട് പിടിച്ചോ. പോട്ടെ പോട്ടെ. വണ്ടി പൊങ്ങി. ഇവൻ്റെ അല്ല, ഈ വണ്ടിയുടെ ബാക്കിൽ ശരിക്കും പറഞ്ഞാൽ സിംഗിൾ ലീഫ് ചെയ്തിരിക്കുക കേട്ടോ. നമ്മുടെ കാർബൺ സിംഗിൾ ലീഫാണ് ബാക്ക് വശം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആക്ഷൻ ആ ബാക്ക് ടയറിന് കിട്ടുന്നത്. ഒരു കല്ലേ കയറി കഴിഞ്ഞാൽ ടയർ എന്താ പറയുക, ഈ പ്ലേറ്റ് മേളിലേക്ക് വളയുന്ന ഒരു സെറ്റപ്പ് വരെയുണ്ട്. അതാണ് അത്രയധികം ബെൻഡായിട്ട് കയറി വന്നെ കേട്ടോ. അപ്പോൾ നല്ല യാത്രാ സുഖം ഇതിന് കിട്ടും. പക്ഷേ ഓഫ് റോഡിങ്ങിൽ ഒരു ഇതുപോലെ നല്ല രീതിയിൽ അത് ഒഴിഞ്ഞു കൊടുക്കും. പക്ഷേ ഓവർ വെയിറ്റ് കയറി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള കാര്യം അറിയത്തില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഇവൻ വണ്ടിക്കകത്ത് വേറെ ആരുമില്ല, അവൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പോലും ആ വണ്ടിയുടെ ആക്ഷൻ കണ്ടില്ലേ, ഒരു ടയർ ഇങ്ങനെ ഷീറ്റിക്ക് ഉള്ളിലേക്ക് കയറി. അത് നല്ല സംഭവം കേട്ടോ. അത് ഈ ഓഫ് റോഡിങ്ങിൽ എങ്ങനെയാണ് ഇപ്പം എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. പിന്നെ ആൾ കൂടുതൽ കയറിയിട്ട് ഓഫ് റോഡിങ്ങിൽ പോകുമ്പോൾ എന്തായിരിക്കും, കാരണം നേരത്തെ ഈ വണ്ടി കയറിപ്പോയ സമയത്ത് തന്നെ ഉള്ളിൽ തട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ മേളിലേക്ക് ബെൻഡാകാനും താഴത്തേക്ക് വരാനും ഭയങ്കര ഫ്ലെക്സിബിളാണ് ആ സംഭവം. സ്പീഡ് വളയ്ക്കുക.
റൈറ്റ് സൈഡ് പിടിച്ചോളാം പറ, റൈറ്റ് സൈഡ്. ഇനി റൈറ്റ് സൈഡ് പിടിച്ചോ, റൈറ്റ് സൈഡ് പിടിച്ചോ. ആ അങ്ങനെ പോട്ടെ. ആ ഇനി ലെഫ്റ്റ് അടിച്ചോ, ലെഫ്റ്റ് അടിച്ചോ. പോട്ടെ പോട്ടെ പോട്ടെ. ആ ഇനി തിരിച്ചോ, ഫുള്ള് തിരിച്ചോ. ഇച്ചി ബാക്കി എടുക്കണേ. ആ ഇച്ചി ബാക്കി എടുക്ക്. പോട്ടെ 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 പോട്ടെ, പൊക്കോളും പൊക്കോളും. റൈറ്റ് പിടി, റൈറ്റ് പിടി, റൈറ്റ് പിടി. ആ പോട്ടെ 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 പോട്ടെ. ആ സ്ട്രൈറ്റ് ആയിക്കോ. ആ ഇനി ഓടിച്ചോ.
നമ്മൾ തിരിച്ചു പോവാണ്. യാസീന് മടിയായിട്ട് എനിക്ക് തന്നതാ. യാസിക്ക് ഒന്നും മിണ്ടില്ല കേട്ടോ, കൈ കെട്ടിയിരിക്കണ. മതിയോ? ഞങ്ങളുടെ ഈ മദ്ബോർഡ് നിർബന്ധപ്രകാരമായിട്ട് ഞങ്ങൾ ഇത്തവണത്തെ ഓഫർ വന്നിരിക്കുന്നു. കുറേ നാളെ വിളിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം അതെ കൂടെ നമ്മളെ എക്സിബിച്ചേട്ടൻ കൂടുതലുണ്ട്. കാരണം പഴിക്ക് നിർത്താൻ പറ്റില്ല. ഈ BM-ന്റെ ബൈക്കിന്റെ കേസ് എന്നാന്നറിയോ? ആ പറന്നു പോയത് നിങ്ങളാരും കണ്ടില്ല? നീ കണ്ടില്ല? ഇതിങ്ങനെ പറന്നു പോയി ഒരു വൈറലൊരു വീഡിയോ ഇപ്പൊ കാണിച്ചു തരും കേട്ടോ. യാസീൻ BM-ന്റെ ബൈക്ക് എടുക്കാനുള്ള പ്ലാനാ കേട്ടോ. യാസീനെ ബൈക്ക് എടുക്കണുണ്ടോ? BM-ന്റെ ബൈക്ക് എടുക്കണുണ്ടോ അല്ലേ? ഏറ്റവും കുറഞ്ഞ വണ്ടിയാ BM-ന്റെ. ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടു 250 എത്ര കണ്ടുള്ളൂ. ഇതിനും കുറഞ്ഞ പറഞ്ഞോണ്ടെന്നു. ഷോറൂം പ്രൈസാ 250. ഇതുകൊണ്ട് ഇതിന്റെ ഇപ്പൊ കുറഞ്ഞ മോഡല. ഇതിപ്പോ ഒരു മീഡിയ ഓഫ് റോഡ് ചെയ്യുന്നത്. ഇതിന്റെ തന്നെ ഒരു RS ഉണ്ട്, ചുമ്മാ FC പോലെ ഇരിക്കും. അതിന് ഇനി കുറച്ചുകൂടെ വില ഒരു 50,000 രൂപയൊക്കെ കുറവുള്ള രണ്ട് വ്യത്യാസം. അത് ഇതിന്റെ കൂടെ ഇറക്കിയതാണ്. ഒരു നേക്കഡും ഈ അഡ്വഞ്ചറും ആയിട്ട് സമയമായി പോവാൻ നിൽക്കുവാണ്. 6:48 പോവാം. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങും കേട്ടോ. ഇരുട്ടായി പോയി. ഇനി അടുത്ത ദിവസം അടിപൊളി വീഡിയോ അടുത്ത ആഴ്ച നമ്മൾ ആള് കുറവാട്ടോ. ഈ സമയത്ത് ഈ കടലൊക്കെ ആൾക്കാർ ഒത്തിരി ആൾക്ക് ശേഷം ഒരു ട്രിപ്പ് വന്നു കേട്ടോ. അത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വഴി അത്യാവശ്യമൊക്കെ ടാസ്ക് ഉണ്ടായിരുന്നു. ഓ ഭയങ്കര വ്യൂ ആയി പോയ പോലെ ഇവിടെ. അപ്പോൾ അടുത്ത ദിവസം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഇട്ടേരെ കേട്ടോ. എന്തുണ്ടെങ്കിലും പറയാൻ കേട്ടോ. ഇനി ലാസ്റ്റ് വരെ ഇരുന്ന് കാണുമെന്ന് എനിക്ക് തോന്നണില്ല, കണ്ടെങ്കിലല്ലേ ഈ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും ഓക്കെ ബൈ. നമ്മൾ ഇൻട്രൊഡക്ഷൻ എടുത്തില്ല.